ഞാൻ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട ഒരാളാണ്, അറിയാലോ, ആക്ഷേപിക്കപ്പെട്ട ഒരാളാണ്. എന്ത് പറഞ്ഞതിന്റെ പേരില? കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ടണലിന്റെ വർക്ക് തുടങ്ങരുതെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ മണ്ണിന്റെ സ്ട്രക്ചർ കേരളത്തിൽ ലക്ഷക്കണക്കിന് വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ജില്ലയിൽ തന്നെ ആയിരക്കണക്കിന് ഡിഫറൻസ് ഉണ്ട് കേരളത്തിന്റെ മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈവേ നിർമ്മാണത്തിന് മുമ്പും കേരളിന്റെ നിർമ്മാണത്തിന് മുമ്പും ഞാൻ അത് പറഞ്ഞത്. എന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ കളിയാക്കി. ഈ വയനാടിന്റെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഫ്രജൈലാണ്, വളരെ ദുർബലമായ ഘടനയാണ്. അപ്പൊ ഇനി വളരെ ശക്തിയായിട്ട് പാറ പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അല്ലെ, തുരങ്കം നിർമ്മിക്കുമ്പോൾ പാറ പൊട്ടിക്കേണ്ടി വരും, ഡിഗ് ചെയ്യേണ്ടി വരും, ഒരുപാട് വളരെ ബുദ്ധിമുട്ടേറിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷെയ്ക്കിൽ ഈ ഫ്രജൈലായ, ഈ ദുർബലമായ ഈ മണ്ണിന്റെ ഒരു ഘടനയുണ്ട്, അത് ചിലപ്പോൾ ലൂസാകാൻ സാധ്യതയുണ്ട്. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. പിന്നീട് ഒരു കനത്ത മഴ പെയ്യുമ്പോഴാണ് ഈ ലൂസായ മണ്ണ് നേരെ താഴേക്ക് ഇരിക്കുന്നതും പാറ പൊട്ടിപ്പോകുന്നതും. അപ്പൊ അത് മുൻകൂട്ടി കണ്ടും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരുപാട് നിങ്ങൾക്കറിയാലോ എന്തുമാത്രം ആക്ഷേപിക്കപ്പെട്ടു. ഉത്കണ്ഠ കൊണ്ടാണ് അത് പറഞ്ഞത്, ഉത്കണ്ഠ കൊണ്ടാണ്, ഭയം കൊണ്ടാണ് പറഞ്ഞത്. അല്ല, മണ്ണിന്റെ ഘടനയെ കുറിച്ച് വിദഗ്ധരൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ ആളുകള്, പൊതുപ്രവർത്തകരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേരളത്തിന്റെ. ഹൈവേയുടെ സമയത്തും പറഞ്ഞു, ഹൈവേ നിർമ്മാണത്തിനും ഇങ്ങനെ ഒരു അപാകത പറ്റിയിട്ടുണ്ട്. 3 പേര് ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അതിലെ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതാണ് സാഹചര്യം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് NDRFന്റെ 60 അംഗ ടീമും 250ഓളം വരുന്ന ഫയർഫോഴ്സും ബാക്കി പോലീസ് സേനയെ ഒരുമിച്ച് നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ്. ഈ 5 പേരെ കണ്ടെത്തുക, കാണാതായ 5 പേരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആദ്യത്തെ സോണിലെ തെരച്ചിലിൽ കിട്ടുമെന്നാണ് കരുതിയത്, പക്ഷെ ഇന്നത് കിട്ടിയില്ല. അപ്പൊ ഒരു 3ാമത്തെ സോൺ, ചില സാധ്യതകൾ കണ്ടെത്തിയ ആ 3ാമത്തെ സോണിലെ തെരച്ചിൽ ഇന്ന് തന്നെ അത് തുടങ്ങുകയും നാളെ രാവിലെ ആകുമ്പോഴേക്കും പൂർത്തിയാകാൻ കഴിയുകയും ചെയ്യും. അപ്പൊ അവിടെ ഈ കാണാതായവരെ കണ്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷ. NDRFന്റെയും പ്രതീക്ഷ അതാണ്, പോലീസിന്റെയും പ്രതീക്ഷ അതാണ്. പിന്നെ ഒരു സാധ്യത കൂടി, പുഴയിലൂടെ ഇതെങ്ങാൻ ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ടോ എന്നുകൂടിയുള്ള ഒരു പരിശോധന കൂടി നാളെ രാവിലെ നടത്തും. ഇതാണ് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോ കുറെ ഈ പ്രദേശത്ത് വളരെ മോശമായ സാഹചര്യം നിലനിൽക്കുന്ന അപകട സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി പരിശോധിച്ച് ഈ എവിടെയെങ്കിലും ഇത്തരം പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ക്ലൈമറ്റ് കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഒരു കാര്യം എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തുള്ള ഒരു സംഭവം മാത്രമാണ്. ഇത് വയനാട് ജില്ലയിൽ മുഴുവൻ നടക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പോകരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നടന്ന സംഭവം തന്നെ ഒരു പഞ്ചായത്തിലെ 3 വാർഡിൽ നടന്ന സംഭവമായിട്ട് പോലും വയനാട് ജില്ലയെ അത് ഗൗരവതരമായി ബാധിച്ചു. ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചൂരൽമലയിൽ നടന്ന ദുരന്തത്തെക്കാൾ ഒരു ചെറിയ ഏരിയയിൽ നടന്നൊരു സംഭവമാണ്, ചെറിയൊരു ഏരിയയിൽ നടന്ന സംഭവമാണ്. അത് മൊത്തം വയനാട് ജില്ല മുഴുവൻ കുഴപ്പത്തിലാണ് എന്നും തരത്തിലുള്ള ഒരു പ്രചരണം പോയാൽ അത് ഈ ജില്ലയിലെ ജനജീവിതത്തെയും അവരുടെ തൊഴിലിനെയും എല്ലാം ബാധിക്കുന്ന തരത്തിൽ പോകുമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി. ഒരു വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രം ഉണ്ടായ ഒരു സംഭവമാണ്. ജില്ല മുഴുവൻ വ്യാപകമായ ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ല. പിന്നീട് ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിന്റെ അന്വേഷണം നടത്തും. അതിന്റെ സാങ്കേതിക തലത്തിൽ ഉള്ള അന്വേഷണം ഉണ്ടാവും, നിയമപരമായി ഉള്ള അന്വേഷണം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ തുരങ്കപാതയുമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി പുനരാരംഭിക്കുന്നതിന് മുമ്പായി അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന പാരിസ്ഥിതിക പഠനം നടത്തിയിട്ട് അനുമതി കൊടുത്തിരിക്കുന്ന സമയത്ത് വെച്ച കണ്ടീഷൻസ്, നിർദ്ദേശങ്ങൾ, അത് പാലിച്ചിട്ടുണ്ടോ ഈ കരാറുകാർ എന്ന് ഒരു സൂക്ഷ്മമായ പരിശോധന കൂടി നടത്തിയിട്ട് മാത്രമേ പ്രവർത്തികൾ പുനരാരംഭിക്കുകയുള്ളൂ. ഇപ്പൊ 2 സൈഡിലും, തിരുവമ്പാടി സൈഡിലും അതുപോലെ തന്നെ വയനാട് സൈഡിലും ഉള്ള
ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനുശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. NDRF-ഉം ഫയർഫോഴ്സും പോലീസും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാം വളരെ നന്നായി ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കും. സഹായധനത്തിന്റെ കാര്യം ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചു. കാരണം 3 മരിച്ചവർക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്കുള്ള ചികിത്സ നടത്താനുള്ള ആവശ്യമായ പണവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എംബാം ചെയ്ത ബോഡികൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അറേഞ്ച്മെന്റ്സ് കൂടി ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി എല്ലാ ബോഡിയും അവരുടെ നാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള നടപടികൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അവര് തെരച്ചിൽ വളരെ ദുഷ്കരമാണ്. അല്ല, തീർച്ചയായിട്ടും ദുഷ്കരമാണ്. അല്ല, അവിടെ ചെയ്യുന്നുണ്ട്. ഈ നമുക്കുള്ളൊരു പ്രശ്നം മഴയാണ്. നിർത്താതെ പെയ്യുന്ന മഴയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അവിടെ കൂടിക്കിടക്കുന്ന ആ മണ്ണ് മാറ്റുന്നതും നമ്മൾ അതുകൊണ്ടാണ് നിർത്തിവെച്ചത്. കാരണം ഇപ്പൊ അത് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വല്ലാതെ കിടക്കാണ്. അപ്പൊ അതുകൂടി ഒന്ന് പരിശോധിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യേണ്ടത്. മാത്രമല്ല, ടൗൺഷിപ്പിന്റെ ചുറ്റുമുള്ള മണ്ണും ഇങ്ങനെ ശേഖരിച്ചിട്ടുള്ള മണ്ണും കൂടി മാറ്റണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ടുണ്ടാക്കുന്ന ടൗൺഷിപ്പിന്റെ അവിടെയും മണ്ണുണ്ട്, അതുകൂടി നീക്കണം എന്ന് അവരുടെ കരാറുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇത് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അല്ലല്ല, അത് ഞാൻ പറയില്ല, അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രിസഭയിൽ അധ്യക്ഷത വഹിച്ച ആളാണ് ഞാനിപ്പോ കരാറുകാരാണോ അല്ലെങ്കിൽ തുരങ്കപാതയാണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. എനിക്ക് പറയാൻ പാടില്ല. അത് തീർച്ചയായിട്ടും സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീരുമാനം വരട്ടെ. അത് നാളെ രാവിലെ തന്നെ അത് ആരംഭിക്കും. അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ഇത് എന്നൊക്കെ പറഞ്ഞത്. അതല്ല, അത് നമുക്ക് അല്ലല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. അത് ഇപ്പോ അവര് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള 2 മന്ത്രിമാരെയാണ് നമ്മൾ അവിടെ അയച്ചത്. അവര് അവിടെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവര് മാധ്യമപ്രവർത്തകരോട് പറയും, നിങ്ങളത് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി പിന്നീട് പിറ്റേ ദിവസം അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. അവര് പ്രാഥമിക വിവരം, ഞാൻ ഇന്നലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഓഫീസിൽ പറഞ്ഞ കാര്യം പ്രാഥമികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനു മുമ്പ് ഞാനത് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു, PWDയുമായി ബന്ധപ്പെട്ടു, പല കേന്ദ്രങ്ങളിലും ബന്ധപ്പെട്ടു, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ലൊക്കേഷൻ കണ്ടു. ഇതെല്ലാം കണ്ടിട്ടുള്ള പ്രാഥമികമായ വിവരം. കാരണം വെച്ചാൽ ജനങ്ങൾ പാനിക്കാവരുത്. പാനിക്കാതിരിക്കാനാണ് വേണ്ടി പറയുന്നത്. അപ്പൊ പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഗുരുതരമായ പ്രശ്നം ഏതാണ്ട് ഒരേ പരിസര പ്രദേശത്താണ്. കുത്തുമലയിൽ 2 പ്രാവശ്യം, അത് കഴിഞ്ഞ് ചുരന്മല മുണ്ടക്കൈ, ഇപ്പൊ ഏറ്റവും ഒടുവില് ഇക്കള്ളാടി. ഇത് അവിടെ ഒരു ഭൗമശാസ്ത്ര പ്രതിഭാസം. എന്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള നിലയിലേക്ക് ഒരു പഠനം പോകേണ്ടതല്ലേ? ഉറപ്പായിട്ട് അതാണല്ലോ ഞാൻ രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞ അതാണല്ലോ. ഈ ടണലുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഉള്ളടക്കം പഠിക്കണം. കാരണം ഇതിന്റെ അകത്ത് ഒരുപാട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ഇവിടുത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട ഒരാളാണ്, അറിയാലോ, ആക്ഷേപിക്കപ്പെട്ട ഒരാളാണ്. എന്ത് പറഞ്ഞതിന്റെ പേരില? കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ടണലിന്റെ വർക്ക് തുടങ്ങരുതെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ മണ്ണിന്റെ സ്ട്രക്ചർ കേരളത്തിൽ ലക്ഷക്കണക്കിന് വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ജില്ലയിൽ തന്നെ 1000കണക്കിന് ഡിഫറൻസ് ഉണ്ട് കേരളത്തിന്റെ മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈവേ നിർമ്മാണത്തിന് മുമ്പും കേരളിന്റെ നിർമ്മാണത്തിന് മുമ്പും ഞാനത് പറഞ്ഞത്. എന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ കളിയാക്കി. ഈ വയനാടിന്റെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഫ്രജൈലാണ്, വളരെ ദുർബലമായ ഘടനയാണ്. അപ്പൊ ഇനി വളരെ ശക്തിയായിട്ട് പാറ പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അല്ലെ, തുരങ്കം നിർമ്മിക്കുമ്പോൾ പാറ പൊട്ടിക്കേണ്ടി വരും, ഡിഗ് ചെയ്യേണ്ടി വരും, ഒരുപാട് വളരെ ബുദ്ധിമുട്ടേറിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷെയ്ക്കിൽ ഈ ഫ്രജൈലായ ഈ ദുർബലമായ ഈ മണ്ണിന്റെ ഒരു ഘടനയുണ്ട്, അത് ചിലപ്പോൾ ലൂസാകാൻ സാധ്യതയുണ്ട്. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. പിന്നീട് ഒരു കനത്ത മഴ പെയ്യുമ്പോഴാണ് ഈ ലൂസായ മണ്ണ് നേരെ താഴേക്ക് ഇരിക്കുന്നതും പാറ പൊട്ടിപ്പോകുന്നതും. അപ്പൊ അത്
മുൻകൂട്ടി കണ്ടും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരുപാട് നിങ്ങൾക്കറിയാലോ എന്തുമാത്രം ആക്ഷേപിക്കപ്പെട്ടു. ഉത്കണ്ഠ കൊണ്ടാണ് അത് പറഞ്ഞത്, ഉത്കണ്ഠ കൊണ്ടാണ്, ഭയം കൊണ്ടാണ് പറഞ്ഞത്. അല്ല, മണ്ണിന്റെ ഘടനയെ കുറിച്ച് വിദഗ്ധരൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ ആളുകള് പൊതുപ്രവർത്തകരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിന്റെ ഹൈവേയുടെ സമയത്തും പറഞ്ഞു, ഹൈവേ നിർമ്മാണത്തിനും ഇങ്ങനൊരു അപാകത പറ്റിയിട്ടുണ്ട്. ഹൈവേ നിർമ്മാണത്തിന് കേരളത്തിൽ എപ്പോഴും ഏത് കൺസ്ട്രക്ഷനും കേരളത്തിൽ മണ്ണ് പരിശോധന നടത്തിയിട്ടേ പാടുള്ളൂ. വയനാട്ടിലെ മണ്ണല്ല കോഴിക്കോട് ചെല്ലുമ്പോ, കോഴിക്കോടത്തെ അല്ല വടകരയിൽ ചെല്ലുമ്പോ, ഏത് കൺസ്ട്രക്ഷനും ആ മണ്ണിന്റെ അതുണ്ടല്ലോ. ഈ PWD മാനുവലിലൊക്കെ ഇല്ലേ മണ്ണ് പരിശോധന നടത്തണം. പാലം പണിയുന്നതിന് മുമ്പ് മണ്ണ് പരിശോധന നടത്തില്ലേ പാലത്തിന്റെ അവിടെ? കാരണം ചെളി എത്രയുണ്ട്, അപ്പോ അതിന്റെ പില്ലർ എത്രമാത്രം താഴണം, അതിന്റെ താഴെ ബ്ലോക്ക് ചെയ്യണം. പാറ കണ്ടുപിടിച്ചിട്ടാണ് പില്ലർ വെക്കുന്നത് പാലത്തിന്റെ. കാരണം മണ്ണ് ചെളിയാണെങ്കിൽ വീണ്ടും ഇത് പാലത്തിന്റെ വെയിറ്റ് വരുമ്പോ ഇത് താഴോട്ട് പോകും. അതുകൊണ്ട് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളൊക്കെ 10-25 വർഷം MLA ആയിരിക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടതിന്റെ അനുഭവത്തിലാണ് അത് പറഞ്ഞത്. ഹൈവേ നിർമ്മാണത്തിന് പല സ്ഥലത്തും അത് ചെയ്തിട്ടില്ല. അവര് മറ്റ് സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന മോഡലിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് എത്ര സ്ഥലത്താണ് തകർന്നു വീണത്. ഈ സ്ട്രക്ചർ തകർന്നു വീണത് എന്തുകൊണ്ടാ? മണ്ണിന്റെ ഘടന പഠിക്കാതെ അത് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് പറ്റി. എത്ര സ്ഥലത്ത് തകർന്നു വീണു? കേരളം മുഴുവൻ. ശരിയാണോ? മൂന്നൊന്നുമല്ല, ഇഷ്ടം പോലെ. മലബാറിലും മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത 3 കാണും. എല്ലാം മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ആ പ്രശ്നമുണ്ടായി. അപ്പൊ നമ്മൾ ഇതൊക്കെ ഗൗരവതരമായി പഠിച്ച ഒരു പ്രദേശത്തിന്റെ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും അതിന്റെ അതുകൊണ്ടാണല്ലോ ഞാൻ ടെക്നോ ലീഗൽ സ്റ്റഡി എന്നാണ്. ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റഡി വേണം, ലീഗൽ ആയിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നുള്ള പടി വേണം. തീർച്ചയായിട്ടും പോലീസിന്റെ അന്വേഷണം ഉണ്ടാവും, ഉറപ്പായിട്ട്. പോലീസ് FIR എടുത്തിട്ടുണ്ട്. ആ FIRന് പുറത്ത് പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാവും. അല്ല, അത് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വരട്ടെ. നമ്മള് എന്താണ് ഏറ്റവും പ്രധാനം? നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? മനുഷ്യ ജീവന്റെ സംരക്ഷണവും നമ്മുടെ വസ്തുവകകളുടെ സംരക്ഷണവും നമ്മുടെ നാടിന്റെ സംരക്ഷണവും. അതാണ് നമ്മുടെ ഒന്നാമത്തെ പരിഗണന. അതിന് ദോഷം വരുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അത് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാനല്ല നമ്മൾ ഈ പറയുന്നത്. പക്ഷേ ഇപ്പൊ തന്നെ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഇതുണ്ടായത്. ആ തുടങ്ങിയതിരിക്കുന്ന കാരണം കൊണ്ടാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്? അല്ലെ മണ്ണ് കൂട്ടി അവിടെ ഇരിക്കുന്നത് കൊണ്ട്, അവിടെ വെള്ളം കെട്ടി നിന്നത് കൊണ്ടാണ്? അപ്പൊ കുറച്ചു നേരം സ്ഥലത്ത് വെള്ളം കെട്ടി നിന്ന പാറ പൊടിഞ്ഞു പോരുന്ന സ്ഥിതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, നമുക്ക് പരിശോധിക്കണം. ആ പരിശോധിക്കാൻ ഏറ്റവും അതറിയാവുന്ന ആളുകളെ, ബന്ധപ്പെട്ട ഏറ്റവും നന്നായി ഇത് അറിയാവുന്ന ആളുകളെ വെച്ച് നമ്മൾ പരിശോധിപ്പിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അതുവരെ നമ്മൾ പണി നിർത്തിവെക്കാൻ പറയും, അല്ലേ? അല്ല, ഈ യോഗത്തിൽ കരാർ കമ്പനിക്കാരെ വിളിച്ച യോഗമല്ല. ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷനും റീഹാബിലിറ്റേഷനും വേണ്ടിയിട്ടും യോഗം വിളിച്ച യോഗമാണ്. ആ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഓൺലൈനിൽ ഉൾപ്പെടെയുള്ളത് പങ്കെടുത്തിരുന്നു. അതിലിപ്പോ കരാറുകാരെ വിളിച്ചിട്ട് റെസ്ക്യൂ ഓപ്പറേഷന് അല്ല, ഔദ്യോഗികമായി ഒന്നും വന്നിട്ടില്ല. ഒരു പത്രസമ്മേളനത്തിലൊക്കെ നിങ്ങളോട് പറയുന്നത് കണ്ടു. പക്ഷെ അവരെ കൊണ്ട് പറയിക്കും. അവര് ഉത്തരവാദിത്തം അവരെ കൊണ്ട് പറയിപ്പിക്കും. ഞാനിപ്പോ ആരെയും കുറ്റവാളിയായിട്ട് കണ്ടെത്തുന്നില്ല. കാരണം മന്ത്രിസഭാ യോഗം ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വന്ന് ഇവിടെ ഇരുന്നിട്ട് പറയും ഇന്നവരുടെ കുഴപ്പം കൊണ്ടാണെന്നാണ്. ദർ ഇസ് ആൻ ഇംപ്രോപ്രൈറ്റി. അങ്ങനെ പറയാൻ പാടില്ല. ഉറപ്പായിട്ട് അതൊക്കെ ചെയ്യുമല്ലോ, ഉറപ്പായിട്ട് ചെയ്യും, വീട് ചെയ്യും. നമ്മൾ അതുപോലെ തന്നെ ഇത്രയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമും കൂടി ഗവൺമെന്റ് ആലോചിക്കും. അത് ജില്ലാ അഡ്മിനിസ്ട്രേഷനും ഇവിടുത്തെ ജനപ്രതിനിധികളും തമ്മിൽ ആലോചിച്ചിട്ട് അവര് വെക്കുന്ന നിർദ്ദേശത്തിന് ഗവൺമെന്റ് പൂർണ്ണ പിന്തുണ കൊടുക്കും. എത്ര പേര് അപകട സ്ഥലത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കണം, അവർക്ക് സ്ഥലം കണ്ടെത്തി വീട് വെച്ചു കൊടുക്കണം എന്ന് ജനപ്രതിനിധികളും ജില്ലാ അഡ്മിനിസ്ട്രേഷനും കൂടി റിപ്പോർട്ട് തന്നാൽ ഗവൺമെന്റ് തയ്യാറാണ്. എത്ര ആളെ വേണമെങ്കിലും. കാരണം അപകടത്തിലേക്ക് ആളുകളെ ഇട്ടുകൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. അവരെ വേറെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചിട്ട് അവർക്ക് ഒരു റീഅറേഞ്ച്മെന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന, പെർമനന്റ് ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഗവൺമെന്റ് തയ്യാറാണ്. എത്ര പേരാണെങ്കിലും തയ്യാറാണ്. അപകടത്തിലേക്ക് ആളുകൾ നിങ്ങൾ ഇനി തിരിച്ചങ്ങോട്ട് പോയിക്കോ, അവിടെ അപകടം ഉണ്ടായ എന്താണ് എന്ന് സർക്കാർ പറയില്ല. സർക്കാർ അവരെ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യും.
ഞാൻ അവിടെ കണ്ടപ്പോ, അവിടെ റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ കണ്ടപ്പോൾ അവർ പല ഉത്കണ്ഠ പങ്കുവച്ചു. അപ്പൊ അവർക്ക് ഈ വാക്ക് അവർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ ഇതിന്റെ ഈ 2 ദിവസത്തെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻഗണന ജനപ്രതിനിധികൾ കൂടി പങ്കെടുത്ത് ആ മുൻഗണന കൊടുത്ത് ആ കാര്യം കൂടി ഭംഗിയായിട്ട് ചെയ്യും. എല്ലാ 6 മാസം കൂടുമ്പോൾ ഒരു മാൻഡേറ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ് എൻവയറൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിക്ക് ഈ കരാറുകാർ 6 മാസം കൂടുമ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ സോഴ്സ് വെച്ച് അന്വേഷിക്കുമ്പോൾ അവര് കഴിഞ്ഞ മാസം കൊടുത്ത റിപ്പോർട്ടിൽ വരെ കുറെ കൺസേൺസ് ഇതേമാതിരി റേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ കൊടുത്ത എത്രയോ കാലമായിട്ട് റിപ്പോർട്ടിൽ കൺസേൺസ് നിരന്തരമായിട്ട് റേസ് ചെയ്യാണ്. അതായത് അവരുടെ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുന്നതിന്റെ അവരുടെ റിപ്പോർട്ട് ഉണ്ടാക്കി കേരള ഈ സ്റ്റേറ്റ് അതോറിറ്റി. അതില് റിപ്പോർട്ടിൽ ഇവരുടെ റേസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നോക്കിയിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. അല്ല, ആര് പറയുന്നത്? സ്റ്റേറ്റ് അതോറിറ്റിയാ. കരാർ കമ്പനി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഈ അസസ്മെന്റ് അതോറിറ്റി പറഞ്ഞ ഒരു ഇൻഡിക്കേഷൻസും ഫുൾഫിൽ ചെയ്തിട്ടില്ല. അത് നമുക്ക് പരിശോധിക്കാം. അത് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അത് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ പാരിസ്ഥിതിക അനുമതി കൊടുത്ത സമയത്ത് കർശനമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവര് അനുസരിക്കാതെയാണ് ഇവര് ചെയ്യുന്നതെങ്കിൽ അത് പരിശോധിക്കും. എന്തായാലും ഇപ്പൊ ഇവിടെ അനുസരിക്കാത്തൊരു വിഷയം ഉണ്ടല്ലോ. മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ കളക്ടർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് അത് അനുസരിക്കാത്തൊരു വിഷയമുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാലും PWD സെക്രട്ടറി ചില മാധ്യമങ്ങളിൽ കണ്ടു. PWD സെക്രട്ടറി പറഞ്ഞത് വേറെ, മുഖ്യമന്ത്രി പറഞ്ഞല്ല. PWD സെക്രട്ടറി അത് തന്നെയാണ് പറഞ്ഞത്. ജില്ലാ കളക്ടർ ഉത്തരവ് കൊടുത്ത സമയത്ത് അത് മാറ്റാൻ പറ്റുമായിരുന്നു. പിന്നീട് മഴ പെയ്തു തുടങ്ങിയപ്പോൾ അത് മാറ്റാൻ പറ്റാത്ത സ്ഥിതി വന്നു. അത് PWD സെക്രട്ടറി പറഞ്ഞ കറക്റ്റാണ്. ആ സമയത്ത് അത് മാറ്റാൻ പറ്റത്തില്ല. അതിന് മുമ്പ് അവർ ചെയ്യണമല്ലോ, അവർ ചെയ്തിട്ടില്ല. അത് പരിശോധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അത് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് രണ്ടാമത്തെ ഇത് വെക്കുന്നത്. തീർച്ചയായിട്ടും ഗൗരവമായിട്ട് അത് പരിശോധിക്കും. നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കണം എന്നുള്ള ഇത് ആരും നോംസ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ മഴയുള്ള സമയത്ത് ഇത്രയും പേര്, അത് മാത്രമല്ല അവരുടെ ഓരോ പട്ടിക നോക്കിയാൽ അറിയാം അവിടെ ലേബർ വർക്കിന് വേണ്ടി തന്നെ ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഫോർമാൻ ലേബർ അല്ല, ഇപ്പൊ നമ്മൾ എന്തായാലും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിർത്തിവെക്കാൻ വേണ്ടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്.